ഈ 1947 മുമ്പ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല ക്വാളിഫൈഡ് ആയ ആളുകളാണ്. അന്ന് ഇന്ത്യയിലെ വളരെ സാക്ഷരത എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളുകൾ നിങ്ങൾ ഏത് നേതാക്കന്മാരുടെ കാര്യം എടുത്തോളൂ, എല്ലാം ഒരു ജസ്റ്റ് ഒരു BA LLB ഉണ്ടാവും. പകുതി മുക്കാൽ നേതാക്കന്മാരും ക്വാളിഫൈഡ് അല്ലാത്ത ഒരു നേതാക്കന്മാരും ഇല്ല. പക്ഷെ അന്ന് ആലോചിച്ച് നോക്കണം, 47 മുമ്പ് സാക്ഷരത വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ജനങ്ങളാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിൽ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശരി, നല്ല ക്വാളിഫൈഡ് ആയ ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഇലക്ഷന് നിൽക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനും അവരുടെ മറ്റ് കേസും ഒക്കെ കൂടി നോക്കിയാൽ തന്നെ നമ്മുടെ രാഷ്ട്രീയം എത്ര പരിതാപകരമായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കാലയളവിൽ ഏകദേശം 15% സാക്ഷരതയായിരുന്നു. അപ്പോൾ ഏകദേശം ഇന്ത്യയിൽ 65-70%, കേരളത്തിലാണ് പറഞ്ഞാൽ ഏകദേശം 100%. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലേ, എക്സാമ്പിള് ഇവിടെ എത്ര വാർഡ് മെമ്പേഴ്സിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. എത്ര ബ്ലോക്ക് പഞ്ചായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, എത്ര ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതായത് 10ാം ക്ലാസ്സും ഗുസ്തിയൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ആ കാലഘട്ടത്തിൽ ഓക്കെ. ഇത് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞ സാധനം, യോഗ്യത പറഞ്ഞ സാധനം വെച്ചിട്ടില്ല. ഇത്ര യോഗ്യതയുള്ളവന് മാത്രം, ബാക്കി എല്ലാ ഇതും ഉണ്ട്. നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ ആ ഭാഗത്ത് വാർഡ് മെമ്പറെ നിൽക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അവരുടെ മറ്റേ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. കാരണം രാഷ്ട്രീയത്തിൽ ആരും പഴയ പോലെ ഇറങ്ങുന്നില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പറഞ്ഞാൽ ഒരു രാഷ്ട്ര പ്രവർത്തനമായിരുന്നു, ഒരു സേവനമായിരുന്നു. ഇപ്പം എന്താണ്, ആ നാട്ടിലെ വാർഡ് മെമ്പറെ നിൽക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും ഫ്രോഡായിരിക്കും. അല്ലെങ്കിൽ സ്ത്രീയാണ് പറഞ്ഞാൽ ആ ഭാഗത്ത് ആർക്കും എന്താ പറയുക, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേഷം കെട്ടിയിട്ട് ഇറക്കുന്ന ടീമുകളായിരിക്കും. അല്ലാണ്ട് എന്ത് രാഷ്ട്രീയ പ്രവർത്തനം, എന്ത് പ്രതിബദ്ധത അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയെങ്കിലും അതിൽ മാറ്റം വരുത്തേണ്ട സമയമായി, ഭരണഘടന പൊളിച്ച് എഴുതേണ്ട സമയമായി എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ഇലക്ഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു അടിസ്ഥാന മിനിമം യോഗ്യത മുന്നോട്ട് വെക്കണം. ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.